ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. 2 കൊറിന്തോസ് 10 അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. 2 കൊറിന്തോസ് 10 അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം 18 വാക്യങ്ങൾ. ചോദ്യം 2. 2 കൊറിന്തോസ് 10 അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഉത്തരം പൗലോസിൻ്റെ ന്യായവാദം. ചോദ്യം 3. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ എന്തിൻ്റെയെല്ലാം പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് 10:1 പറയുന്നത്? ഉത്തരം ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ. ചോദ്യം 4. എന്തെല്ലാം എന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ എന്നാണ് 10:1 പറയുന്നത്? ഉത്തരം അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ എന്ന്. ചോദ്യം 5. ഞങ്ങളെ എന്തായി കരുതുന്ന ചിലരുണ്ട് എന്നാണ് 10:2 പറയുന്നത്? ഉത്തരം ജഡികന്മാരായി കരുതുന്ന ചിലരുണ്ട്. ചോദ്യം 6. ഞങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരുണ്ട്. അവരെ എങ്ങനെ നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം. ചോദ്യം 7. എന്നാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്ത് പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം എൻ്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന്. ചോദ്യം 8. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും എങ്ങനെയുള്ള പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്നാണ് 10:3 പറയുന്നത്? ഉത്തരം ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്ന്. ചോദ്യം 9. പൂരിപ്പിക്കുക. 2 കൊറിന്തോസ് 10:3. ഞങ്ങൾ ജീവിക്കുന്നത് ഡാഷിൽ ആണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. ഉത്തരം ജഡത്തിലാണെങ്കിലും. ചോദ്യം 10. ഞങ്ങളുടെ എന്ത് ജഡികമല്ല എന്നാണ് 10:4 പറയുന്നത്? ഉത്തരം സമരായുധങ്ങൾ ജഡികമല്ല. ചോദ്യം 11. ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. എന്ത് തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് എന്നാണ് 10:4 പറയുന്നത്? ഉത്തരം ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ചോദ്യം 12. എന്തിനെയെല്ലാം ഞങ്ങൾ തകർക്കുകയും എന്തിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് 10:5 പറയുന്നത്? ഉത്തരം ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ചോദ്യം 13. ആരെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയാണ് തകർക്കുകയും ചെയ്യുന്നു എന്ന് 10:5 പറയുന്നത്? ഉത്തരം ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെ. ചോദ്യം 14. 10:5 അനുസരിച്ച് എങ്ങനെയുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയുമാണ് തകർക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്? ഉത്തരം ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും. ചോദ്യം 15. ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എന്ത് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് 10:5 പറയുന്നത്? ഉത്തരം എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ചോദ്യം 16. എന്തിനു വേണ്ടിയാണ് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്? ഉത്തരം ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്. ചോദ്യം 17. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിന് ശേഷം ആരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ് എന്നാണ് 10:6 പറയുന്നത്? ഉത്തരം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ. ചോദ്യം 18. നിങ്ങൾ എന്തായതിന് ശേഷമാണ് അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ
ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ് എന്ന് പറയുന്നത്? ഉത്തരം പൂർണ്ണമായി അനുസരിക്കുന്നവരായതിന് ശേഷം. ചോദ്യം 19 പൂരിപ്പിക്കുക. 2 കൊരിന്തോസ് 10:6. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിന് ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ ഡാഷ് ആണ്. ഉത്തരം സന്നദ്ധരായിരിക്കുകയാണ്. ചോദ്യം 20 നിങ്ങൾ എന്ത് കാണുക എന്നാണ് 10:7 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം കൺമുമ്പിലുള്ളത് കാണുക. ചോദ്യം 21 ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ എന്ത് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് 10:7 പറയുന്നത്? ഉത്തരം ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന്. ചോദ്യം 22 ആരെങ്കിലും എന്ത് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത്? ഉത്തരം ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ. ചോദ്യം 23 എന്തിനെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് 10:8 പറയുന്നത്? ഉത്തരം ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും. ചോദ്യം 24 10:8 അനുസരിച്ച് എന്തിനാണ് കർത്താവ് അധികാരം നൽകിയിരിക്കുന്നത്? ഉത്തരം നിങ്ങളെ പടുത്തുയർത്താനാണ്. ചോദ്യം 25 10:8 അനുസരിച്ച് എന്തിനല്ല കർത്താവ് അധികാരം നൽകിയിരിക്കുന്നത്? ഉത്തരം നശിപ്പിക്കാനല്ല. ചോദ്യം 26 എന്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ കണക്കാക്കരുത് എന്നാണ് 10:9 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി. ചോദ്യം 27 ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത്. പൗലോസ്ലീഹ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ഉത്തരം എന്തെന്നാൽ ചിലർ പറയുന്നു അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്, എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ് എന്ന്. ചോദ്യം 28 പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ എങ്ങനെയെല്ലാമാണെന്നാണ് ചിലർ പറയുന്നത്? ഉത്തരം ഈടുറ്റതും ശക്തവുമാണ്. ചോദ്യം 29 പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്, എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം എങ്ങനെയും ഭാഷണം എങ്ങനെയുമാണെന്നാണ് ചിലർ പറയുന്നത്? ഉത്തരം അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ്. ചോദ്യം 30 10:10 അനുസരിച്ച് എന്താണ് അശക്തമാണെന്ന് പറയുന്നത്? ഉത്തരം പൗലോസ്ലീഹായുടെ ശാരീരിക സാന്നിധ്യം. ചോദ്യം 31 10:10 അനുസരിച്ച് എന്താണ് മനസ്സിലേശാത്തതുമാണ് എന്ന് പറയുന്നത്? ഉത്തരം പൗലോസ്ലീഹായുടെ ഭാഷണം. ചോദ്യം 32 എന്ത് എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ എന്നാണ് 10:11 പറയുന്നത്? ഉത്തരം അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന്. ചോദ്യം 33 ആരുടെ ഗണത്തിൽപ്പെടാൻ ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് 10:12 പറയുന്നത്? ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാൻ. ചോദ്യം 34 ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് എന്ത് ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. ചോദ്യം 35 പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ആര്? ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവർ. ചോദ്യം 36 ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ
ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. എന്തിനെല്ലാം സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ എന്നാണ് 10:12 പറയുന്നത്. ഉത്തരം: പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ചോദ്യം 37. ഞങ്ങൾ അതിരുകടന്ന് എന്ത് ചെയ്യുകയില്ല എന്നാണ് 10:13 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ഞങ്ങൾ അതിരുകടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല എന്ന്. ചോദ്യം 38. എന്ത് ഞങ്ങൾ പാലിക്കും എന്നാണ് 10:13 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും. ചോദ്യം 39. ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും. ആ പരിധിയിൽ ആരും ഉൾപ്പെടുന്നു എന്നാണ് 10:13 പറയുന്നത്? ഉത്തരം: ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു. ചോദ്യം 40. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ എന്തിന് ഉദ്യമിക്കുകയല്ല എന്നാണ് 10:14 പറയുന്നത്? ഉത്തരം: കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല. ചോദ്യം 41. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല. എന്തുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ എന്നാണ് പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി. ചോദ്യം 42. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി എന്തു ചെയ്യുന്നവരല്ല ഞങ്ങൾ എന്നാണ് 10:15 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല. ചോദ്യം 43. എന്ത് സ്വായത്തമാക്കി അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് 10:15 പറയുന്നത്? ഉത്തരം: അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി. ചോദ്യം 44. എന്തിനനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവ്വപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ എന്നാണ് പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച്. ചോദ്യം 45. പൂരിപ്പിക്കുക. 2 കൊരിന്തോസ് 10:15. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഡാഷ് പൂർവ്വപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ? ഉത്തരം: അധികാരമണ്ഡലം പൂർവ്വപരി വികസിക്കുമെന്ന്. ചോദ്യം 46. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവ്വപരി വികസിക്കുമ്പോൾ എന്തിനൊക്കെ ഞങ്ങൾക്ക് കഴിയും എന്നാണ് പറയുന്നത്? ഉത്തരം: അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ. ചോദ്യം 47. എന്തിനെപ്പറ്റി പ്രശംസിക്കാതെയാണ് നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് പറയുന്നത്? ഉത്തരം: അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ. ചോദ്യം 48. അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ എവിടെ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് 10:16 പറയുന്നത്? ഉത്തരം: നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ. ചോദ്യം 49. അഭിമാനിക്കുന്നവൻ ആരിൽ അഭിമാനിക്കട്ടെ എന്നാണ് 10:17 പറയുന്നത്? ഉത്തരം: അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന്. ചോദ്യം 50. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം: എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. ചോദ്യം 51. ആരല്ല സ്വീകാര്യൻ എന്നാണ് 10:18 പറയുന്നത്? ഉത്തരം: തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല. ചോദ്യം 52. ആരാണ് സ്വീകാര്യൻ എന്നാണ് 10:18 പറയുന്നത്? ഉത്തരം: കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ.